നമ്മളെ അങ്കമാലിക്കാർക്ക് പച്ചക്കായ കിട്ടിക്കഴിഞ്ഞാൽ അരക്കിലോ ബീഫ് വേണം. ബീഫും കായയാണ് കോമ്പിനേഷൻ. നമ്മുടെ രാജ്യത്ത് ചില ഏരിയകളിൽ ഇപ്പോഴും ബീഫ് കിട്ടില്ലെന്നേ. ബീഫ് കഴിച്ചാൽ പിന്നെ ആരും ബീഫ് വേണ്ടെന്ന് പറയില്ല. അവിടെയുള്ള ബീഫ് പ്രേമികൾക്ക് വേണ്ടിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. കറി കഴിച്ചു കഴിഞ്ഞാൽ ബീഫ് കറി കഴിച്ച പോലെ തന്നെയാണ്. എന്നാൽ പിന്നെ ഒരു കായക്കറി ഉണ്ടാക്കിയാലോ. കായ കട്ട് ചെയ്ത് കുറച്ച് നേരം മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെക്കാം കേട്ടോ. അതിന് വെള്ളമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വീണ്ടും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും നല്ല ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ ഈ കായയുടെ തൊലി ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഈ കായക്കറി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരും. അപ്പോൾ അത് മാറി കിട്ടാനായിട്ട് ആ തൊലി ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. നമ്മൾ എന്ത് സാധനവും മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ തന്നെ കിടക്കും, പുറത്തോട്ടൊന്നും പോവില്ല. അങ്ങനെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും, പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. നമ്മുടെ പച്ചക്കായ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാവേ. തേങ്ങ ലൈറ്റായിട്ട് വാടി കഴിയുമ്പോൾ ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോണ്ടല്ലോ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ തന്നെയാണ് ബീഫും കായം വെക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മിക്സിയിലിട്ടൊക്കെ പൊടിക്കുമ്പോൾ ഒന്ന് ചൂടാറിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ വാഷ് പോവേ. നമുക്ക് വേവിച്ച് വെച്ച കായം ഇട്ട് കൊടുക്കാം. ഈ സെയിം സംഭവം പോലെ നമുക്ക് കായത്തോരനും ഉണ്ടാക്കാം കേട്ടോ. വെള്ളം വറ്റിച്ചാൽ മതി. പക്ഷേ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ആ കായക്കറിയിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ബീഫൊക്കെ കിട്ടാതിരിക്കുന്ന സമയത്തായിരിക്കും അത് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുന്നത്. ബീഫ് കിട്ടാത്ത സമയങ്ങളിൽ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ നിങ്ങളും ട്രൈ ചെയ്തോ, സംഭവം കിട്ടുക, എല്ലാവർക്കും ഇഷ്ടമാവും.